അടിപൊളി. ഇവിടുത്തെ വ്യൂ, ഇവിടുത്തെ ലൊക്കേഷൻസ് ആൻഡ് ഇവിടുത്തെ വൈബ് ഈസ് വേറെ ലെവൽ. അങ്ങളുടെ പേര് പറ. സ്റ്റാൻലി അങ്കിൾ. എക്സ്പീരിയൻസ് ചെയ്യാം. ചെറിയ വെയിലുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. സൂപ്പറാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ, ഇതെന്ത് ബിൽഡിങ്ങാന്ന് എനിക്കറിയില്ല. ഇതിന്റെ അപ്പുറത്തൊരു അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് ഫോർ നമ്മൾ വീഡിയോയ്ക്ക് ആയിരിക്കും, എന്നാലും എനിക്കത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. സോ ഞാനങ്ങനെ ചെയ്യാറില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഇപ്പോൾ നിൽക്കുന്നത് വേറെ ലൊക്കേഷനിലാണ്, ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. ചേച്ചി നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. സോ നിപ്പുണ്ട് പുള്ളിക്കാരി. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമ്മൾ പോകുന്ന ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ലോങ് ആണ്, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം നല്ല വെയിലുണ്ട്. ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി, എന്നാലും ഇവിടെ ചെറിയ വെയിലുണ്ട്. അപ്പം ബാക്കി ഞാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Let's go. Hate it when my doubts and my fears swell up like the ocean. It feels like I could drown in my tears. Everything's overflowing. Scared that I won't get it right. Guys, അപ്പം നമ്മൾ ഇവിടെ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി ചേച്ചിയുടെ ഏട്ടത്തിയുടെ വീട്ടിൽ വന്നേക്കുവാണ്. പക്ഷേ വീട്ടിലാളില്ല, നമ്മൾ തേഞ്ഞു ഗൈസ്. വീട് പൂട്ടി, ചേച്ചി പോയി, നമ്മൾ പെട്ടു. നമ്മളിനി എന്ത് ചെയ്യുമല്ലയാ? വിളിച്ചു നോക്കുവാണ് ഗൈസ്. കുറച്ച് നേരത്തെ മെസ്സേജ് ഇട്ട് വീട്ടിലുണ്ടെന്ന്. അപ്പം അകത്ത് കാണുമായിരിക്കും. അകത്ത് എവിടെയിടി നീ? എന്തിനീ? Hate it when my doubts and my fears swell up like the ocean. It feels like I could drown in my tears. Everything's overflowing. Scared that I won't get it right. My nerves are working overtime. Tell myself to calm down and breathe. Step out of the shadows into the fire. Don't be afraid to go out on a wire. Live in the moment, turn it up louder. This is what you're made for. You just gotta be fearless. You just gotta be fearless. You just gotta be fearless. You just gotta be F-E-A-R-L-E-S-S. Fearless. Once I get in and I put it in drive, ain't no more stopping me, don't even try. Controlling the chaos, controlling the vibe. Yeah. That's all the shots that you don't take. You'll never be heard if you don't say. Just gotta get out your own way. You can't learn to fly on your own if you don't let go. Step out of the shadows into the fire. Don't be afraid to go out on a wire. Live in the moment, turn it up loud. Hate it when my doubts and my fears swell up like the ocean. It feels like I could drown in my tears. Everything's overflowing. Scared that I won't get it right. My nerves are working overtime. Tell myself to calm down and breathe. Guys, അപ്പം ഫസ്റ്റ് ടൈം
കാറ് ബീച്ചിൽ വരുന്നത്. ബട്ട് അടിപൊളി ഇവിടുത്തെ വ്യൂ, ഇവിടുത്തെ ലൊക്കേഷൻസ് ആൻഡ് ഇവിടുത്തെ വൈബ് ഈസ് വേറെ ലെവൽ. സോ നിങ്ങൾ ഇവിടെ വരാത്തവരാണെങ്കിൽ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ചെറിയ വെയിലുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, സൂപ്പറാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ, ഇതെന്ത് ബിൽഡിങ്ങാന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അപ്പുറത്തൊരു പോലീസ് സ്റ്റേഷനാണ് വരുന്നത്. അതിൻ്റെ മേ ബി അതിൻ്റെ പാർട്ടായിരിക്കാം എന്ന് തോന്നുന്നു. ബട്ട് ആ സൈഡിലാണ് കേട്ടോ ബീച്ച്. അപ്പം ഇനി ഇവിടുന്ന് താഴെ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. ഗൈസ്, അപ്പം ഞാനാണെങ്കിൽ എപ്പോൾ ബീച്ചിൽ വന്നാലും ഇങ്ങനെ തറയിൽ മുത്തോ ഇങ്ങനെ ശംഖ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കും. അപ്പം അതൊക്കെ നോക്കി നോക്കി നടക്കുവാണ് കേട്ടോ. ഇവിടെ കിട്ടത്തില്ല, ബീച്ചിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോയാലേ കിട്ടത്തുള്ളൂ കേട്ടോ. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ വ്ളോഗ് എടുക്കുവാണ്, ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കുവാണ്. പക്ഷെ എനിക്ക് അനിമൽസിനെ നേരത്തെ കണ്ടില്ലല്ലോ. പക്ഷെ അനിമൽസിനെ ഇങ്ങനെ ഉപദ്രവിക്കണ ഇഷ്ടമല്ല. സംഭവം കിട്ടി. കൊറേ ഉണ്ട് ഇവിടെ, മണ്ണിലൊക്കെ കുഴിച്ചടപ്പുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പറക്കുന്നത് ഇഷ്ടമാണോ? ഇങ്ങനെ പറക്കി എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ്. ഗൈസ് ഇത് കണ്ടോ? ഇങ്ങനെ ഒട്ടകം, കുതിര ഇതിന്റെയൊക്കെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പം ഇത് നിങ്ങൾ കണ്ടോ? പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. കാരണം എനിക്കിങ്ങനെ അനിമൽസിന്റെ പുറത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് ഫോർ നമ്മൾ വീഡിയോയ്ക്ക് ആയിരിക്കും, എന്നാലും എനിക്കത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. സോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം ഹോഴ്സ് റൈഡ് ആയാലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്കെന്തോ അങ്ങനെ അനിമൽസിൻ്റെ അടുത്ത് എനിക്കങ്ങനെ ഇതല്ല. ചെയ്യുന്നവരുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട്. അത് കണ്ടോ, അതുപോലത്തെ കടകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ കൂടുതലും കിട്ടുന്നത് നമ്മുടെ ഇളനീര്, അതായത് നമ്മളെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ്, അതായത് പൈനാപ്പിള്, പിന്നെ മാങ്ങ, അതായത് നമ്മുടെ പച്ച മാങ്ങ ഇങ്ങനെ ഉപ്പൊക്കെ വെച്ചിട്ട് കിട്ടും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫോറിനേഴ്സ് മാത്രമാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നു.
ഹായ് ഹായ്. പാവം എനിക്ക് പാവം തോന്നുന്നു ഇതിനെ കണ്ടിട്ട്. ഫോട്ടോ എടുക്കുന്നതാ. അങ്ങളുടെ പേര് പറ. സ്റ്റാൻലി. സ്റ്റാൻലി അങ്കിൾ. നമ്മളടുത്ത് മാങ്ങ കഴിക്കാൻ പറഞ്ഞു. സാധനം അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് നോക്ക്, ഫുൾ ലൈറ്റ്. ബൈ. ഏകദേശം സന്ധ്യയായി. ഏകദേശം അല്ല, ഏകദേശം ഒരു 6:45 കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഇരുട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും ആ ഒരു വെട്ട് ഇപ്പോഴും നിപ്പുണ്ട്. ഇവിടുത്തെ കടകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും പോവാണ്. ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. അവരെല്ലാം തിരിച്ച് അപ്പുറത്തോട്ട് പോവാണ്. ഇനി നാളെ രാവിലെ ആയിരിക്കും ഇവിടെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ പൂവാർ ഐസ്ലാൻഡ് നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. അടിപൊളി ഒരു ബീച്ചാണ്. ഒരുപാട് ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു ഇത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇത്രയേ ഉള്ളൂ. പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മാത്രമല്ല എൻ്റെ വീഡിയോസ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റ, സീ യു. ഇവിടെ അവള് നേരത്തെ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു. അതായത് ഒട്ടകത്തിനെയും ഇവിടെ കുതിരയൊക്കെ റൈഡ് ഉണ്ട്. അപ്പൊ അതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചത്, ഓക്കെ, ഒട്ടകമൊക്കെ രാജസ്ഥാനിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മരുഭൂമിയിലൊക്കെ കിടന്ന് വെയില് കൊണ്ട് ഒരുപാട് ചുമട് എടുക്കുന്നതിനേക്കാണ് നല്ലത് ഒരു കൂടിപ്പോയ 100 കിലോയുള്ള ഒരു മനുഷ്യനെ ഒന്ന് ചുമന്നുകൊണ്ട് പോകുന്നു. പക്ഷേ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ചിക്കൻ കഴിക്കും, ബീഫ് കഴിക്കും, ചിക്കൻ കഴിക്കും, വെട്ടിക്കൊന്ന് അതിനെ തിന്നുന്ന കുഴപ്പമില്ല. ചേച്ചി കൊന്നാ പാവം തിന്നാ തീരുന്ന. പക്ഷേ ഒരു മൃഗത്തിന് പുറത്തൊരാൾ കയറിയപ്പോ സങ്കടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇനി മുതൽ വെജിറ്റേറിയൻ ആയാ മതി. ഇല്ല, ഞാൻ പ്രോട്ടീൻ.